ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് +1 അക്കൗണ്ടൻസിയുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്സാണ് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, നിങ്ങൾ ഹയർ സ്റ്റഡീസിന് BCom CA പോലുള്ള കോഴ്സുകൾക്കൊക്കെ പോയാലും അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസായിട്ട് വരുന്നത് നമ്മൾ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് ഇക്വേഷനാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഡബിൾ എൻട്രി പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ രൂപപ്പെട്ടിരിക്കുന്നത്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എക്സാമിൻ്റെ ഓറിയൻറ്റേഷനായിട്ട് അത് പഠിച്ചിരിക്കണം. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു അടിത്തറ കൃത്യമായിട്ട് പടുത്തുയർത്തി പോകേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ അക്കൗണ്ടിങ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 പ്രോബ്ലംസും ഒപ്പം തന്നെ ഈ ചാപ്റ്ററിൽ റിവിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. +1 അക്കൗണ്ടൻസിയുടെ മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടി മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾ ഉൾപ്പെടെയുള്ള ആദ്യത്തെ ചാപ്റ്ററുകളുടെയൊക്കെ ആ ഒരു ക്ലാസ്സുകൾക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നോക്കുക, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷോ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദി ഫോളോവിങ് ട്രാൻസാക്ഷൻസ്. നമ്മൾ 5 പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ വെച്ചുകൊണ്ട് അതിന് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ തെറ്റാതെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ക്ലാസ്സിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിന് ശേഷം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് അതിൽ നിങ്ങളുടെ യൂട്യൂബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നോക്കുക, ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ എടുക്കണം. ആദ്യത്തെ ട്രാൻസാക്ഷന് വേണ്ടി നമുക്കൊന്ന് വായിച്ച് നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ളതാണ് അല്ലേ. അതായത് ഒരു ബിസിനസ്, സാധാരണ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഏതൊരു പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെയായിരിക്കും. ഒരാൾ ബിസിനസ് ആരംഭിച്ചു, 1 lakh rupees കൊണ്ടുവന്ന് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു ബിസിനസ് ആരംഭിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാണ് അക്കൗണ്ട്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷായിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ആ ഒരു ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലാണെന്ന് മനസ്സിലാക്കണം. ഈ ക്യാപിറ്റൽ ക്യാഷായിട്ടാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റും ഒപ്പം തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മറ്റൊരു അക്കൗണ്ടും അല്ലേ. ക്യാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും ക്യാപിറ്റൽ എന്ന് പറഞ്ഞ 2 അക്കൗണ്ടുമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ അക്കൗണ്ടിങ് ഇക്വേഷനിൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അസറ്റ്സിലാണ് ക്യാഷ് പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റാണ്. ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകം ക്യാപിറ്റൽ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷനിൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ നമുക്ക് ഇതിൻ്റെ കീഴ് എഴുതിയാൽ മതി. നമുക്ക് ക്യാഷ് എന്നുള്ളത് അസറ്റ്സിൻ്റെ കീഴ് എഴുതണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ട്രാൻസാക്ഷന് നമ്മൾ ഇതുപോലെ ട്രാൻസാക്ഷൻ വെച്ചുകൊണ്ട് അതിൽ ഏതൊക്കെ അക്കൗണ്ട്സാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അസറ്റ്സിൻ്റെ കീഴിൽ ക്യാഷ് എഴുതണമെന്ന് നമുക്ക് മനസ്സിലായി. ക്യാഷ് നമുക്ക് ഓർത്തിരിക്കാം. നിങ്ങളത് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് പറ്റോ ക്യാഷ് അസറ്റ് നമുക്ക് എഴുതി വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ക്യാപിറ്റലാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റലിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്യാഷും ക്യാപിറ്റലും അപ്പോൾ 2 ഐറ്റംസ് നമുക്ക് എഴുതേണ്ടതുണ്ട്. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മളൊരു ടേബിൾ രൂപത്തിലാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഐറ്റംസ് എഴുതുമ്പോൾ നമുക്കതിന് ഇടയിൽ സ്പേസ് ഒക്കെ വേണം. എല്ലാ ഐറ്റംസും എത്ര അക്കൗണ്ട് ഉണ്ടോ അത്രയും അക്കൗണ്ടുകൾ നമ്മൾ പരമാവധി എഴുതാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമുക്ക് എത്രമാത്രം സ്പേസ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ട്രാൻസാക്ഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എടുത്തെഴുതിയതിന് ശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മേനോൻ. നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. അതും അസറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അസറ്റിൻ്റെ കീഴിൽ സ്റ്റോക്ക് എന്നുകൂടെ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റോക്ക് അസറ്റ് എന്നുള്ളത് ഇതിൻ്റെ ഫയലിലായിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? മേനോനിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ ആളുടെ പേര് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ക്രെഡിറ്ററാണ് മേനോൻ എന്ന് മനസ്സിലാക്കണം.
അപ്പോൾ ഇവിടെ നമുക്ക് ലൈബിലിറ്റി ഉണ്ട്. നമ്മളിവിടെ ക്യാഷ് കൊടുത്തല്ല വാങ്ങിച്ചിരിക്കുന്നത്. 30,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചു, അത് നമ്മൾ ക്യാഷ് കൊടുത്തല്ല, അത് നമ്മൾ കടമായിട്ടാണ് വാങ്ങിച്ചത് എന്ന് മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ്? നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മേനോൻ, ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കടമായിട്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മേനോൻ എന്ന് പറയുന്നത് ലൈബിലിറ്റിയാണ്. നമ്മളതുകൊണ്ട് ലൈബിലിറ്റിയുടെ താഴെ നമ്മൾ ക്രെഡിറ്റർ എന്ന് എഴുതുന്നു. നിങ്ങൾക്ക് ക്രെഡിറ്റർ എന്നോ അല്ലെങ്കിൽ മേനോൻ എന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ക്രെഡിറ്റർ എന്ന് നമുക്ക് പൊതുവേ നമുക്ക് തന്നെ ക്രെഡിറ്റർ എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നോക്കിയേ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഗുഡ്സ് വിറ്റു എന്നാണല്ലേ, അപ്പോൾ സ്റ്റോക്കിൽ കുറവ് വരും. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ നമ്മൾ സ്റ്റോക്ക് എന്നുള്ളൊരു അക്കൗണ്ട് വന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും വേറൊരു അക്കൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗുഡ്സിൽ, ഈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ്, സ്റ്റോക്കിൽ കുറവ് വരും എന്നുള്ളതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. ഇനി ക്യാഷ് നമുക്ക് കിട്ടുവാണല്ലേ, 20,000 നമ്മൾ ഗുഡ്സ് വിറ്റത്, ക്യാഷിനാണ് വിറ്റത്, അപ്പോൾ 20,000 കിട്ടും, അതും ഈ ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം അല്ലേ. ദെൻ പെയ്ഡ് സാലറിയാണ് അടുത്തത്. പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ സാലറി കൊടുത്തു എന്നാണ്. അപ്പോൾ എക്സ്പെൻസുകൾ ഏത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അതിനുവേണ്ടി നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അസറ്റ്സ്, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ്പെൻസ് കൊടുക്കുന്നത്, ഇത് സാലറി കൊടുത്തു കഴിഞ്ഞാൽ 5,000 രൂപ സാലറി കൊടുത്തെന്ന് വെച്ചാൽ അത് ക്യാഷിനെ ബാധിക്കും. അപ്പോൾ അസറ്റ് അതായത് ക്യാഷിൽ നിന്ന് 5,000 രൂപ കുറയും. ഒപ്പം തന്നെ ഇത് നമുക്ക് പിന്നീട് കുറയുന്നത് നമ്മുടെ ലാഭത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ലാഭത്തെ ബാധിക്കുന്നുണ്ട്, അതായത് എക്സ്പെൻസ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കുറയുന്നുള്ളത്, അത് നമ്മൾ ക്യാപിറ്റലിൽ നിന്നാണ് കുറച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരുന്നാൽ മതി, പെയ്ഡ് സാലറി, പെയ്ഡ് റെൻറ്റ്, പെയ്ഡ് കമ്മീഷൻ, പെയ്ഡ് ഇൻട്രസ്റ്റ്, അങ്ങനെ ഏത് തരം എക്സ്പെൻസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒരു അക്കൗണ്ട് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷിൽ നിന്ന് കുറയുകയും അത് ക്യാപിറ്റലിൽ നിന്ന് കുറയുകയും ചെയ്യുമെന്നുള്ള ഓർത്തിരുന്നാൽ മതി. നമുക്ക് അതുപോലെ തന്നെ ഒരു ഇൻകം കിട്ടുവാണെങ്കിൽ, നമുക്ക് കമ്മീഷൻ കിട്ടുവാണെങ്കിൽ എന്താണ്, ക്യാഷിനോട് കൂടുകയും അത് ക്യാപിറ്റലിലൂടെ കൂടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. ദെൻ പെയ്ഡ് ക്യാഷ് ടു മേനോൻ. മേനോന് ക്യാഷ് കൊടുത്തു എന്ന് പറയുമ്പോൾ മേനോനോട് ഓൾറെഡി നമ്മൾ ക്രെഡിറ്റർ എന്ന് പറഞ്ഞ അക്കൗണ്ട് എഴുതിയിട്ടുണ്ടല്ലേ, അപ്പോൾ ക്രെഡിറ്റർ കുറയും, അയാൾ ക്യാഷ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റർ കുറയും. നമുക്ക് 20,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയുകയും ചെയ്യും അല്ലേ. അപ്പോൾ അസറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ക്യാഷിൽ നിന്നും 20,000 കുറയും, ക്രെഡിറ്റിൽ നിന്നും 20,000 കുറയും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന അക്കൗണ്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇക്വേഷന് അത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കൂടുകയും കുറയുകയും ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ വരയ്ക്കണം. ആദ്യം നമുക്ക് ട്രാൻസാക്ഷൻ്റെ, ഇപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് ഒരു കോളം ഹെഡിങ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഈ താഴോട്ട് നമുക്ക് ഒന്നെങ്കിൽ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ് എഴുതാം, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ നമ്പർ മാത്രം തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്പർ എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് നമ്പറാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നമ്പർ എഴുതാം. അതുകൂടാതെ നമുക്ക് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ അല്പം ബാക്കിയുള്ള ട്രാൻസാക്ഷൻ വളരെ ചെറുതായിട്ട് കൊടുത്താൽ മതി, ബാക്കിയുള്ള ആ അല്പം വീതിയുള്ള ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് ഇക്വേഷന് പരമാവധി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതണം. അപ്പോൾ അസറ്റ്സ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം, ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു അസറ്റ്സും ലൈബിലിറ്റീസും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലായി ക്യാഷും സ്റ്റോക്കുമാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാഷും സ്റ്റോക്കും ഇതിൻ്റെ അടിയിലേക്ക് എഴുതാവുന്നതാണ്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh എന്നാണ്. അപ്പോൾ അത് എഴുതേണ്ട, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ട് നമുക്ക് ഓർത്തിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് 1 lakh ആണ്. അപ്പോൾ അതുകൊണ്ട് അസറ്റ്സിൻ്റെ താഴെ എന്ത് വരും, അസറ്റ്സിൻ്റെ താഴെ നമ്മൾ ക്യാഷ് എന്ന് എഴുതുക. അതോടൊപ്പം തന്നെ ക്യാപിറ്റലും വരും അല്ലേ. അപ്പോൾ നമ്മൾ താഴെ ക്യാപിറ്റലിൻ്റെ താഴെ ക്യാപിറ്റൽ എന്നോട് കാണിക്കുക. അതായത് ഇവിടെ നമ്മൾ മെയിനായിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ എഴുതുകയും അതിൻ്റെ താഴെ വരുന്ന ഐറ്റംസ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് അതിലേതൊക്കെയാണോ വരുന്നത് അതാണ് നമ്മൾ താഴോട്ട്, അതായത് ഈ ഒരു അസറ്റ് എന്നുള്ളതിനെ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് നമ്മളതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ അസറ്റുകളാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ലൈബിലിറ്റീസിൻ്റെ താഴെ ഏതൊക്കെ ലൈബിലിറ്റീസാണ് വരുന്നതെന്ന് കാണിക്കും. ക്യാപിറ്റലിൻ്റെ താഴെ ക്യാപിറ്റൽ തന്നെയാണ്, അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. ആദ്യം തന്നെ നമുക്ക് 1 lakh rupees നമ്മൾ ക്യാഷിന് താഴെ കാണിക്കണം. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 1 എന്ന് ഇട്ടിട്ട് ഇപ്പോൾ മുതലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 lakh rupees ആണ് ക്യാഷ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ക്യാപിറ്റലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ക്യാഷിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷിൻ്റെ കൂടെ +1 lakh, ക്യാഷിൻ്റെ കൂടെ കൂടുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ +1 lakh എന്ന് എഴുതുക, ക്യാഷ് കൂടുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി. ഇനി പറയാമോ വേറെ എവിടെയാണ് മാറ്റം വരുന്നത്, ലൈബിലിറ്റീസിൽ മാറ്റം വരുന്നുണ്ടോ? ലൈബിലിറ്റീസിൽ മാറ്റം വരുന്നില്ല, കാരണം അത് ക്യാപിറ്റലാണ് മാറ്റം വരുന്നത് അല്ലേ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലൈബിലിറ്റി ആയിട്ട് കരുതുമെങ്കിലും നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ടതുണ്ടല്ലേ. അപ്പോൾ ലൈബിലിറ്റി സൈഡിൽ തന്നെയാണ് ക്യാപിറ്റലും വരുന്നത്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കൂടുവാണോ കുറയുവാണോ, 1,00,000 രൂപ ക്യാഷായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്യാപിറ്റലും കൂടുവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, +1 lakh എന്ന് എഴുതണം. ഓക്കെ, ഇപ്പോൾ +1 lakh നമ്മൾ ഇവിടെയും കാണിച്ചു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്ന ക്യാഷ് നമ്മൾ ഈ ക്യാഷിൻ്റെ താഴെ 1 lakh ഇങ്ങോട്ട് കാണിച്ചു. ഒപ്പം തന്നെ ക്യാപിറ്റലായിട്ട് നമ്മളതിനെ കാണിച്ചു അല്ലേ.
ക്യാപിറ്റലിൻ്റെ അവിടെ നമ്മൾ 1 lakh കാണിച്ചു. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഈക്വലാണ്, ഓർത്തോണം. ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം അസറ്റ് സൈഡ് എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്, ഇത്രയും ഭാഗത്ത് എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്, അതിൻ്റെ അപ്പുറയും എത്രയും എമൗണ്ടുകൾ വന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കുള്ള ഒരു ഈക്വൽ ടു സൈൻ, അസറ്റ്സ് ഈസ് ഈക്വൽ ടു എന്നല്ലേ, അപ്പോൾ ഈക്വൽ ടു സൈൻ ഇടാൻ മറന്നു പോകരുത്. നമുക്കിവിടെ ലയബിലിറ്റീസിന് താഴെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കവിടെ 0 കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഫനായിട്ട് ഇങ്ങനെ വരച്ച് വിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ പൂർത്തിയായി. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കൂടി നമുക്ക് ഇതിൻ്റെ കീഴേക്ക് എഴുതേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും അങ്ങനെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴാണ് പിന്നെ നമ്മളതിനെ കൂട്ടി വയ്ക്കുക. പിന്നെ നമ്മൾ ഓരോന്ന് കഴിയുന്നതോടെ നമ്മളതിനെ കൂട്ടിയെടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ 2 ട്രാൻസാക്ഷൻസ് എഴുതിയതിന് ശേഷം മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. എന്തായിരുന്നു? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മേനോൻ എന്നാണ് അല്ലേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മേനോൻ. അപ്പോൾ നോക്കുക, അപ്പോൾ എന്താണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മേനോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് വന്നു അല്ലേ, ഗുഡ്സ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെയാണ് അത് കൂടേണ്ടത്? നമുക്കിവിടെ സ്റ്റോക്കിൻ്റെ കൂടെ കൂടണം അല്ലേ, ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ഇവിടെ മേനോൻ എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സിൻ്റെ കൂടെയും അത് കൂടേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള ആളാണ്. എത്രയാണ് കൊടുക്കാനുള്ളത്? 30,000. ഒപ്പം തന്നെ എവിടെയാണ് സ്റ്റോക്കിൻ്റെ താഴെ നമ്മളതിനെ എമൗണ്ട് പ്ലസ് 30,000 കാണിക്കണം. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മേനോൻ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കൂടി, അത് സ്റ്റോക്ക് എന്നുള്ളത് അസറ്റിൻ്റെ കീഴിൽ നമ്മൾ പ്ലസ് സ്റ്റോക്ക് എന്നിട്ട് എഴുതി വെക്കണം. കാരണം ക്യാഷും സ്റ്റോക്കോടും കൂടുമ്പോഴാണ് ഈ മൊത്തം അസറ്റ് വരുന്നത് അല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ കീഴിൽ 30,000 കാണിക്കുക. ഒപ്പം തന്നെ ലൈബിലിറ്റീസിൻ്റെ കീഴെ ക്രെഡിറ്റേഴ്സിൻ്റെ കീഴായിട്ട് നമ്മൾ പ്ലസ് 30,000 എന്ന് പറഞ്ഞ് അവിടെയും കാണിക്കുക അല്ലേ. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ ആ ഒരു ഈക്വൽ ടു സൈനൊക്കെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള വരാത്ത ക്യാഷിൻ്റെ താഴെ ഒന്നും വരുന്നില്ല, ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു അല്ലേ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ ഇപ്പോൾ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ 2 ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഒന്ന് ടോട്ടൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് ടോട്ടൽ എന്ന് കാണിക്കണം. ടോട്ടൽ എന്ന് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ടോട്ടൽ ചെയ്യണം. ആദ്യം നമ്മൾ ക്യാഷിൻ്റെ കീഴിലുള്ള 1 lakh നമ്മളിങ്ങോട്ട് താഴോട്ട് ഇറക്കി എഴുതുന്നു. 1 lakh പ്ലസ് 0 1 lakh ആണല്ലേ, നമുക്ക് 1 lakh തന്നെ വരും. സ്റ്റോക്കിൻ്റെ താഴെ 30,000 ആണ്, അപ്പോൾ പ്ലസ് 30,000 നമ്മൾ എഴുതണം. ഈ ഫിഗറിൽ ചിഹ്നം ഇടണം. നമുക്ക് ലൈബിലിറ്റീസിൻ്റെ താഴെ ക്രെഡിറ്റേഴ്സ് 30,000 നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. 1 lakh പ്ലസ് 0 1 lakh തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടോട്ടൽ ചെയ്തിട്ട് എപ്പോഴും നിർബന്ധമായിട്ട് നിങ്ങൾ അസറ്റും അപ്പോൾ തന്നെ ലൈബിലിറ്റീസും ക്യാപിറ്റലും ഈക്വൽ ആണെന്ന് നോക്കണം. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നല്ലേ. അപ്പോൾ 1,30,000 1,30,000 ആണ്. 30,000 1,00,000 1,30,000 അല്ലേ. അപ്പോൾ ഈ ഒരു ഈക്വൽ ടു സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള എമൗണ്ടുകൾ ടാലി ആവുന്നുണ്ട്, ഈക്വൽ ആവുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകുക. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 20,000 എന്നാണ് അല്ലേ. 20,000 രൂപയ്ക്ക് ഗുഡ്സ് വിറ്റു എന്നാണ്. അപ്പോൾ ക്യാഷ് വാങ്ങിച്ചാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ക്യാഷിൻ്റെ കൂടെ 20,000 രൂപ കൂടണം. എന്താണ് വിറ്റത്? ഗുഡ്സ് ആണല്ലേ. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് കുറയണം. അപ്പോൾ അസറ്റ് സൈഡിൽ തന്നെ ഒരു എമൗണ്ട് കുറയുകയും മറ്റൊരു എമൗണ്ട് കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 സൈഡും നമുക്ക് ഓക്കെ ആയിട്ട് പോകും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നോക്കുക, ഇവിടെ 3 എന്ന നമ്പർ ഇട്ടിട്ട് നമുക്ക് ക്യാഷ് 20,000 കൂടുന്നതായിട്ട് കാണിക്കുക. പ്ലസ് 20,000 നമുക്ക് സ്റ്റോക്കിൻ്റെ താഴെ എന്ത് ചെയ്യും? മൈനസ് 20,000 അല്ലേ. പ്ലസ് 20,000 മൈനസ് 20,000. അപ്പോൾ നമുക്ക് ഈ ഒരു അസറ്റ് സൈഡിൽ ഈ എമൗണ്ടിൽ മാറ്റമൊന്നും വരുന്നില്ല അല്ലേ കൂട്ടി നോക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെ ആയി പോകും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു സൈൻ ഇടുന്നു. ഇവിടെ ഒന്നും മാറ്റം വരാത്ത ഇവിടെ എല്ലാം നമ്മൾ 0 ഇടുന്നു. ഇനി എന്ത് ചെയ്യണം? ഒരു ട്രാൻസാക്ഷൻ ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞ് നമ്മളൊന്ന് ടോട്ടൽ ചെയ്തു. പിന്നെ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ടോട്ടൽ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ടോട്ടൽ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 1,20,000 1,20,000 രൂപ. 30,000 കൂടെ മൈനസ് 20,000 അല്ലേ. അതായത് 30,000 നിന്ന് 20,000 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. 30,000 പ്ലസ് 30,000 മൈനസ് 20,000 എന്ന് വെച്ചാൽ അതിനർത്ഥം 30,000 നിന്ന് 20,000 കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്ലസ് 10,000 നമുക്ക് കിട്ടും അല്ലേ, അല്ലെങ്കിൽ 10,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ വെച്ചാൽ ഇവിടെ ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഉള്ളത് ഈ 30,000 1,00,000 താഴെ ഇറക്കി എഴുതുന്നു. കാരണം ഇവിടെ 0 ആണ്, പ്രത്യേകിച്ച് കൂട്ടാനൊന്നുമില്ല. നമുക്ക് അതുപോലെ തന്നെ ഇറക്കി എഴുതി. അപ്പോൾ 1,30,000 നമുക്ക് ഇവിടെയും കിട്ടി. ഒപ്പം തന്നെ 1,30,000 നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നാലാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോകാം. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? പെയ്ഡ് സാലറി 5,000 എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതുപോലുള്ള എക്സ്പെൻസുകൾ കൊടുക്കുമ്പോൾ സാലറി കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഏത് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് ക്യാഷിൽ നിന്ന് കുറയണം. ഒപ്പം തന്നെ അത് ക്യാപിറ്റലിൽ നിന്നും കുറയണം. അങ്ങനെ ഓർത്തിരുന്നോണം. പ്രത്യേകിച്ച് അങ്ങനെ ഓർത്തിരുന്നതിന് പഠിക്കുക. ഈ സാലറിന്നോ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഒരിടത്തും പ്രത്യേകിച്ച് ഐറ്റം ഒന്ന് എഴുതി വെക്കാനോ അതിൻ്റെ കീഴിൽ ഒന്ന് എഴുതി വെക്കാനോ ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അത് ക്യാഷിൽ നിന്ന് കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്ന് അത് കുറയ്ക്കണം. നമുക്ക് ഏതെങ്കിലും ഇൻകം ഇങ്ങോട്ട് കിട്ടിയതാണെങ്കിൽ, അതായത് റിസീവ്ഡ് കമ്മീഷൻ ആണെങ്കിലോ, കമ്മീഷൻ കിട്ടിയതാണെങ്കിൽ നമ്മൾ ക്യാഷിനോട് കൂട്ടും,
അത് ക്യാപിറ്റലിൻ്റെ കൂടെയും കൂട്ടും. ഇത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പെയ്ഡ് സാലറി 5,000 ആണ്. 5,000 മൈനസ് 5,000 എന്ന് പറഞ്ഞ് നമ്മൾ ക്യാഷിൻ്റെ കീഴിൽ എഴുതി. അത് സ്റ്റോക്കിനൊന്നും ബാധിക്കുന്നില്ല. സ്റ്റോക്കിൻ്റെ അവിടെ 0 ഇട്ടു. ഈക്വൽ ടു ചിഹ്നം. ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സിനൊന്നും ബാധിക്കുന്നില്ല. 0 ഇട്ടു. ക്യാപിറ്റലിൽ നിന്ന് കുറയണം അല്ലേ, മൈനസ് 5,000. ഓക്കെ, മൈനസ് 5,000 ക്യാഷിൻ്റെ കീഴിലും ക്യാപിറ്റലിൻ്റെ കീഴിലും മൈനസ് 5,000. ഇനി നമുക്ക് ആഡ് ചെയ്യണം, ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ 1,20,000 മൈനസ് 5,000 എത്രയും 1,15,000 ആവും അല്ലേ. 1,15,000 ആവും. ഇനി 10,000 മാറ്റമൊന്നുമില്ലാതെ നമുക്ക് താഴോട്ട് ഇറക്കി എഴുതി പ്ലസ് 10,000. ഇവിടെ നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ താഴെ 30,000 തന്നെയാണ് അല്ലേ, വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് 1,00,000 നിന്ന് 5,000 കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 95,000 95,000 വരും. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കുക. 90,000 പ്ലസ് 30,000 1,20,000, 1,15,000 പ്ലസ് 10,000 1,20,000 അല്ലേ. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണല്ലോ, രണ്ട് സൈഡും ടാലിയാണ്. അപ്പോൾ നമ്മുടെ കണക്ക് കറക്റ്റായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കൂടിയുള്ളൂ, അതായത് പെയ്ഡ് ക്യാഷ് ക്രെഡിറ്റ് ടു പെയ്ഡ് ക്യാഷ് ടു മേനോൺ എന്നാണ് കേട്ടോ. നമ്മുടെ പെയ്ഡ് ക്യാഷ് ടു മേനോൺ എന്നാണ്. ഇതൊന്ന് നോക്കുക, പെയ്ഡ് ക്യാഷ് ടു മേനോൺ. ഓക്കെ, അപ്പോൾ 20,000. അപ്പോൾ ഈ 20,000 നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് മേനോന് കൊടുത്തു എന്നാണ് അല്ലേ. അപ്പോൾ എവിടെയായിരിക്കും കുറയുക, അസറ്റ് സൈഡിൽ ക്യാഷിൽ നിന്ന് കുറയില്ലേ, മൈനസ് 20,000 കുറയും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് 20,000 നമ്മൾ ക്യാഷിൻ്റെ കീഴിൽ എഴുതി വെച്ചു. മൈനസ് 20,000 സ്റ്റോക്കിന് ബാധിക്കുമോ, ഇല്ല. നമുക്ക് മേനോനാണ് കൊടുത്തതല്ലേ. അപ്പോൾ എവിടെയാണ്, ക്രെഡിറ്റേഴ്സിൽ നിന്ന് കുറയും അല്ലേ. അത് ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കും തോറും ക്രെഡിറ്റേഴ്സ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മേനോന് ക്യാഷ് കൊടുത്ത് 20,000 കുറച്ചപ്പോൾ മൈനസ് 20,000 എന്ന് പറഞ്ഞാൽ എവിടെ എഴുതണം, ഇവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ കീഴിൽ എഴുതണം. ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല, നമ്മൾ ക്യാപിറ്റലിന് അവിടെ 0 കൊടുത്തിരിക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 5 ട്രാൻസാക്ഷൻ നമ്മൾ പൂർത്തിയാക്കി. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫൈനലായിട്ട് അവസാനത്തെ ആ ഒരു ടോട്ടലോടും കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതും നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ടാലി ആകുമ്പോൾ നമ്മുടെ കണക്ക് പൂർത്തിയാവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, 1,15,000 നിന്ന് 20,000 കൂടെ കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര 95,000 വരും. പ്ലസ് ഇവിടെ 10,000 ഉണ്ട്, അപ്പോൾ പ്ലസ് 10,000 കൂടെ അവിടെ വരും. ഇവിടെ നമുക്ക് 30,000 ആണുള്ളത്. 30,000 20,000 പോയി കഴിഞ്ഞാൽ 10,000 ആണ് വരുന്നത്. ഇവിടെ മൈനസ് 20,000 ആണല്ലേ. അപ്പോൾ 10,000 വരും. ഓക്കെ, നമുക്കിവിടെ 90,000 അത് എവിടെ തന്നെ താഴേക്കിറക്കി എഴുതുക. അപ്പോൾ നമുക്ക് 90,000 10,000 1,05,000. ഇവിടെയും 90,000 10,000 അല്ലേ, 1,05,000. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഇവിടെയും ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് കൂടാതെ ഞാൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രോബ്ലംസൊക്കെ നമുക്കിതിൻ്റെ തൊട്ട് മുമ്പത്തെ ആ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് അത്രയും ക്ലാസ്സുകളോട് നിങ്ങൾ കണ്ട് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഒന്ന് മനസ്സിലുറപ്പിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കത് എക്സാമിന് ഉപകാരപ്പെടും. ഒപ്പം തന്നെ ഭാവിയിൽ നല്ല നല്ല അക്കൗണ്ടൻറ്റുകാർ, ഈവൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വരെ ആകാനുള്ള കുട്ടികളാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ബേസ് നന്നായിട്ട് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുക. എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. +1 അക്കൗണ്ടൻസിയുടെ എല്ലാ ക്ലാസ്സുകളും നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ അത് പഴയ ക്ലാസ്സാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. സിലബസിൽ നിന്നും ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് എക്സാമിന് തയ്യാറെടുക്കാൻ തക്ക വിധത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് പരമാവധി മാക്സിമം ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. ഓക്കെ.